ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത കേട്ടോ. ഇന്നത്തെ കുക്കിങ് ഞാനല്ല, ഹസ്ബൻഡാണ് കുക്ക് ചെയ്യുന്നത്. ഇന്നത്തെ വോയിസ് എന്ന് പറയുന്നത് ലൈവ് വോയിസ് ആണ് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എടുത്ത വോയിസ് ആണ്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു വെക്കാം. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് നാടൻ കോഴി റോസ്റ്റ് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ അതിലേക്കുള്ള ഉള്ളിയാണ് ഇപ്പോ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. യെസ് ഗൈസ്, ഉപ്പിട്ടിട്ടുണ്ട്. താഴ്ത്ത് കളഞ്ഞിട്ടുണ്ട് ഉപ്പ്. ഷെഫുമാരെ കാരണം ചിലപ്പോൾ കുറച്ച് കൂടുതൽ പണി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗൈസ്, നമ്മൾ അടുത്തതായിട്ട് എന്താണ് പച്ചമുളകാണ് ഇടാൻ വേണ്ടി പോകുന്നത്. ഗ്രീൻ ചില്ലി. ഇതിങ്ങനെ ഇളക്കി ഇത് ഇങ്ങനെ ഇതുപോലെ കരിയണ ഉള്ളി പോണത്. ജിഞ്ചർ ഗാർലിക് ആണ് ഗൈസ്. നമ്മൾ റെസ്റ്റോറന്റ് സ്റ്റൈലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ ആവണം. കാണുന്നുണ്ടോ? നമ്മൾക്ക് മഞ്ഞപ്പൊടിയാണ് ഇട്ടത്, റെഡ് ചില്ലി പൗഡർ. നമ്മള് ചിക്കൻ മസാല ആൻഡ് മല്ലിപ്പൊടി ഇടും. അല്ല, എന്നാ മല്ലിപ്പൊടി ഇല്ല, ചിക്കൻ മസാല. ചിക്കൻ മസാല ഇടാൻ വേണ്ടി പോട്ടെ. ചിക്കൻ മസാല, മല്ലിപ്പൊടി ഇടുന്നില്ല. ഇത് നന്നായിട്ടിത് ഗരം മസാലയും കൂടി ഇടണേ. അത് കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും കൂടെ എല്ലാം കൂടെ മിക്സ് ആക്കി കൊടുക്കാം. നമ്മളുടെ ഇത് ഇങ്ങനെ ആയിട്ടാണ് മസാല. ഇനി നമ്മള് ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കും. അപ്പൊ ഇതുവരെ നമ്മൾ തക്കാളി ഒന്നും ഇട്ടിട്ടില്ല കേട്ടാ. നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടത് മിക്സ് ആക്കി കൊടുക്കാം. നമ്മളിപ്പോ തക്കാളി ഇട്ടിട്ട് ഇറക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. നമ്മളിതൊന്ന് വേവാൻ വേണ്ടിട്ട് വെക്കുവേ. അല്ലേ ഇപ്പൊ എന്നാ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മളെ കറി ഇപ്പൊ എങ്ങനെയായി, നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ അടക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുന്ന നാടൻ കോഴി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകാൻ കേട്ടാ. നമ്മള് വീട്ടിലുണ്ടായിരുന്ന കോഴിയാണ്. നമ്മളതിനെ ഈ പരുവാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇത് ഓൾറെഡി മസാല ആക്കിയ ചിക്കനാണേ, ഒന്ന് വേവിച്ച ചിക്കനാണല്ലേ. മസാല ആക്കിയിട്ട് വേവിച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടാ. നമ്മൾ ഉണ്ടാക്കിയ മസാലയിലോട്ട് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, മിക്സ് ആക്കി കൊടുക്കുക. നമ്മൾ ലൈവ് വോയിസ് എടുത്തോണ്ട് ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണ് കേട്ടോ. ടി വി വെച്ചിട്ട് നല്ല സൗണ്ട് ഉണ്ട്. ബട്ട് ഞാൻ ലൈവായിട്ട് ഓൾറെഡി അങ്ങനെ പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ പിന്നെ സെപ്പറേറ്റ് വോയിസ് ഓവർ കൊടുക്കാതിരുന്നാണ് കേട്ടോ. നാടൻ കോഴി തേങ്ങാപ്പാലിട്ടിട്ട് വരട്ടിയെടുത്ത കറിയാണ് കേട്ടത്. നമ്മൾ ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കറിവേപ്പിനും കൂടെ മുകളിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടേസ്റ്റിനെ പറ്റി പറയണമെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. സംഭവം ഷെഫ് മാറിയതുകൊണ്ട് ഞാൻ പുകഴ്ത്തി പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പത്തിരിയൊക്കെ ആണെങ്കിൽ പൊളിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.